ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യണേ. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കോതമംഗലത്തെ മാർത്തോമ ചെറിയ പള്ളിയുടെ പെരുന്നാൾ കൂടാൻ വേണ്ടിയിട്ടാണ്. എൽദോസ് മാർ ബസേലിയസ് ബാവേനെ കബറടക്കിയിരിക്കുന്ന പള്ളിയിൽ ഒക്ടോബർ 2-3 തീയതികളിലാണ് പെരുന്നാൾ നടത്താറ്. ഞങ്ങളങ്ങനെ പള്ളിമുറ്റത്തേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം പുറത്ത് നിൽക്കുമായിരുന്നു. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഒരു 6 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞങ്ങൾ അവിടെ എത്തിയത്. നല്ല മഴയായിരുന്നു, അതുകൊണ്ടാട്ടോ അത്രയും താമസിച്ചു പോയി. പള്ളിക്കകത്ത് നേർച്ചയിടണമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ നിൽക്കുക കയറാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കയറുന്നില്ല. പിന്നെ ഇതാണ് എൻ്റെ കുഞ്ഞുവാവനെ എടുത്തേക്കുന്ന കണ്ണമ്മാമൻ. ഇതാണ് എൻ്റെ മൂത്ത ആള് സായിക്കുട്ടൻ, സയാൻ എന്നാട്ടോ പേര്. സായിക്കുട്ടന് വേണ്ടിയിട്ട് ഒരു നേർച്ച ഉണ്ടായിരുന്നേ. കുഞ്ഞുവാവേനെ മാമദീസ മുക്കാത്തതുകൊണ്ട് ഞാൻ എന്തായാലും പള്ളിയുടെ ഉള്ളിലേക്ക് കയറിയില്ല. അപ്പം അമ്മയാണ് സായിക്കുട്ടനെ കൊണ്ട് പള്ളിയുടെ ഉള്ളിലേക്ക് കയറി നേർച്ചയൊക്കെ ഇട്ടത് കേട്ടോ. സായിക്കുട്ടൻ ഇപ്പം 3-ാമത്തെ തവണയാണ് ഇവിടെ വരുന്നത് കേട്ടോ. ആദ്യം സായിക്കുട്ടൻ്റെ മാമോദിസ കഴിഞ്ഞ സമയത്ത് വന്നായിരുന്നു. പിന്നെ 2ാമത് ഒരു വയസ്സ് കഴിഞ്ഞ് പിന്നെ വന്നു. പിന്നെ അത് ഇപ്പം 3 ആവുന്നതേ ഉള്ളൂ. അവരൊക്കെ നേർച്ചിട്ടിട്ട് ഇറങ്ങി. പിന്നെ കുറേ നേരം ഞങ്ങൾ ആ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയിട്ട് മെഴുകുതിരിയൊക്കെ കത്തിച്ചു കേട്ടോ. കുരിശിങ്കൽ ചെന്നിട്ട് മെഴുകുതിരിയെല്ലാം കത്തിച്ചു. പിന്നെ ആ ലൈറ്റ് ഷോ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ചുകൂടി അങ്ങോട്ട് പുറകോട്ടേക്ക് നിന്നിട്ട് അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമായിരുന്നേ. സായിക്കുട്ടൻ മുന്നേ വന്നിട്ടുണ്ടെങ്കിലും അത് തിരിച്ചറിയാനുള്ള പ്രായമായിട്ടില്ലായിരുന്നല്ലോ. ഇപ്പോഴും ആയിട്ടില്ല, എന്നാലും കുറച്ചുകൂടി ഇതെല്ലാം നൈറ്റും ബഹളമൊക്കെ കാണുമ്പം അറിയാലോ. അപ്പം അതുകൊണ്ട് എല്ലാം നോക്കി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇവിടെ. കുഞ്ഞാവെ ലൈറ്റൊക്കെ കണ്ട് നോക്കുന്നുണ്ട്, പക്ഷേ ആൾക്കൊന്നും മനസ്സിലാവുന്നൊന്നുമില്ല എന്ന് തോന്നുന്നു. മാവേ നല്ല ചിരിയും കളിയൊക്കെ ആയിരുന്നേ. ഇതാട്ടോ അമ്മു ആൻറ്റി. അമ്മുടൂ എന്നാണ് സായിക്കുട്ടൻ വിളിക്കണേ. അമ്മൂന്ന് വിളിക്കും. സായിക്കുട്ടന് ഇതെല്ലാം കണ്ട് അന്തം വിട്ടിരിക്കുകയാണ്. സായിക്കുട്ടന് ഭയങ്കര ഇഷ്ടമായിട്ട്. എന്നാലും അതിൻ്റെ ഇടയ്ക്ക് കുറേ പിള്ളേരുടെ മറ്റേ ഹൈഡ്രജൻ ബലൂണില്ലേ, ഡോറ, ചോട്ടാ ഭീം, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ പറന്ന് മുകളിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നേ. പിന്നെ ഞങ്ങൾ നേർച്ചക്കഞ്ഞി കഴിക്കാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നേ. ഇവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല, എല്ലാം ഞങ്ങൾ പുറത്ത് ഇറങ്ങിയിട്ടാട്ടോ വാങ്ങിച്ചത്. കഴിച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോയിട്ടാട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഈ കടയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സായിക്കുട്ടൻ്റെ വയ്യ ഇങ്ങോട്ടേക്കൊരു ചിരിവുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ അങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുപോയി. കഴിഞ്ഞ വർഷത്തേക്കാളും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയപ്പോഴും തിരക്കുണ്ടായിരുന്നു, പക്ഷെ അതിലും കൂടുതൽ തിരക്ക് ഇപ്രാവശ്യമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഞങ്ങൾ ആ പോകുന്ന വഴിക്ക് നിറയെ രഥങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് തീർത്ഥാടനമായിട്ട് ഈ പള്ളിയിലേക്ക് ഒരുപാട് പള്ളികളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരുടെ രഥങ്ങളൊക്കെയാണ് ഈ കിടക്കുന്നത്. ഇതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് പോകാനായിട്ട് സ്ഥലം പോലും ഇല്ലായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആംബുലൻസും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഞാനും അമ്മയും സായിക്കുട്ടനും വാവയും കൂടി ബസ്സിനാണ് വന്നത്. മറ്റേ കണ്ണനും അമ്മും അവരുടെ അമ്മയും കൂടി നടന്നാട്ടോ വന്നത്. അവർ നടന്നാണ് വന്നത്. ഞങ്ങൾ കുറച്ച് നേരം കൂടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഈ രഥങ്ങളൊക്കെ ഇങ്ങനെ വരിയായിട്ട് നിർത്തിയിട്ടേക്കുക. അപ്പോൾ അത് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ നിന്നത്. ആൾക്കാരെ കാരണം കാണാൻ പറ്റുന്നില്ല. നമ്മൾ വീഡിയോ എടുത്താലും ഫ്രണ്ടിൽ ആൾക്കാരാണ്, അതുകൊണ്ട് പിന്നെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. നല്ല ഭംഗിയുണ്ട് കാണാൻ, ഇങ്ങനെ നിരന്ന് കിടക്കുന്ന. എവിടെ തിരിഞ്ഞാലും സ്റ്റോളുകൾ തന്നെയായിരുന്നു. ഇപ്പം പള്ളിയുടെ ഗ്രൗണ്ടിൽ തന്നെ ഉള്ള സ്റ്റോളുകളുണ്ട്. അപ്പോൾ അവിടേക്ക് വില കുറച്ച് കൂടുതലായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങാൻ ഓർത്തു. പുറത്തെ സൈഡ് കടകളിലൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾ ഇതുവരെ കഴിച്ചില്ല. കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ നേരമായിട്ട് നടക്കുന്നുണ്ട്, പക്ഷേ എങ്ങും എത്തുന്നില്ല. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പോകണം. ഞങ്ങളത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. ആൾക്കാർ കാരണം കടന്നു പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ലാസ്റ്റ് അവിടെ എത്തി. ഇപ്പം ചൂട് കഞ്ഞി ആയതുകൊണ്ട് കയ്യിൽ പിടിച്ച് ഇത് കഴിക്കാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ അവിടെ നിലത്തിരുന്നു, എന്നിട്ടാട്ടോ കഴിക്കുന്നത്. അപ്പോൾ 2 പേർക്കും കഴിക്കാൻ കൊടുത്തു. വാവിച്ചിക്കും കൊടുത്തു, സായിക്കുട്ടനും കൊടുത്തു കേട്ടോ.
ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി സായിക്കുട്ടൻ ഏതെങ്കിലും റൈഡിലേക്ക് കയറ്റാമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ ഈ സൈഡിലേക്ക് പോന്നു, മറ്റേ ഗ്രൗണ്ടിലേക്ക്. അവനായിരുന്നു ഇങ്ങോട്ട് പോകാനായിട്ട് ഇത് എടുക്കാം. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആളുടെ സ്വഭാവം മാറി. എല്ലാത്തിലും കയറാൻ പേടിയാണ്, തന്നെ ഇരിക്കത്തില്ല ഒന്നാമത്തെ കാര്യം. ഇവരൊക്കെ ആ ബോട്ട് തന്നെത്താൻ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവനങ്ങനെയൊന്നും അറിയത്തില്ല, അവൻ കുഞ്ഞല്ലേ, അവനറിയത്തില്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്തൊന്നും കയറ്റിയില്ല. അവനക്ക് ഇതിൻ്റെ അകത്തൊക്കെ പോകണമെന്ന് വലിയ ആഗ്രഹമാണ്. അവന് മുഖത്ത് വെള്ളം വീഴണം ഭയങ്കര പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കും വലിയ ധൈര്യമൊന്നുമില്ല ഇതിൻ്റെ അകത്ത് ഇറക്കി വിടാൻ. അതുകൊണ്ട് പിന്നെ അതിലും വിട്ടില്ല. പിന്നെ അതേ ഈ കാണുന്ന ഹെലികോപ്റ്റർ പോലത്തെ അതുണ്ടോ, അതിൻ്റെ അകത്തും കയറാൻ പേടിയാണ്, ഹൈറ്റും പേടിയാണ്. പിന്നെ ഇതേ ആ കാണുന്ന റൈഡ്, അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഇത് വലിയ പിള്ളേർക്കുള്ളതാണ്. വലിയ കുട്ടികളൊക്കെ ഇതിൻ്റെ അകത്ത് കയറി ചാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് അമ്മ കയറുമായിരുന്നെങ്കിൽ ചിലപ്പോൾ കയറിയാനെ. എനിക്ക് പേടി കേട്ടോ. പിന്നെ ഇതിലും കയറാനായിട്ട് അവന് കൈ അങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട്, അങ്ങനെ പിടിക്കാനായിട്ട് എത്തത്തില്ല, തന്നെ ഇങ്ങനെ കറങ്ങി പോകുന്നതുകൊണ്ട് അവന് പേടിയാവും. ഞങ്ങൾ പാർക്കിൽ കൊണ്ടുപോകുമ്പോഴാണെങ്കിലും ഇതുപോലത്തെ ഇതിലേക്ക് കയറ്റുമ്പോൾ അവൻ പേടിയാന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് വെറുതെ എന്തിനാ അതിൻ്റെ അകത്ത് കയറ്റിയിരുത്തുന്നതെന്ന് ഓർത്ത് പിന്നെ കയറിയില്ല. പിന്നെ ഞങ്ങളത് ഒരു ചെരുപ്പ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നേർച്ച ഇടാൻ വേണ്ടി പള്ളിക്കകത്ത് കയറിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് അവൻ്റെ ഷൂ ചാടിപ്പോയായിരുന്നു ഒരെണ്ണം. അപ്പോൾ അതുകൊണ്ട് വേറൊരു ചെരുപ്പ് വാങ്ങാൻ വേണ്ടി വന്നേ. അപ്പോൾ ഇതേ അവന് ഇഷ്ടപ്പെട്ട ഒരെണ്ണം എടുത്തിട്ടുണ്ട്, അമ്മയുടെ വാങ്ങിച്ചു തന്നെ. ഇതെൻ്റെ അമ്മ. അപ്പോൾ ഇതേ ആ നീല കളറുള്ള ഷൂട്ട് വാങ്ങിച്ച എല്ലാത്തിനും വിലക്കുറവാണ്, കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ ഞാൻ വേറെ കുറച്ച് വീഡിയോ എടുത്തായിരുന്നു, എന്താണെന്നറിയത്തില്ല, അത് കിട്ടിയില്ല. ഈ കമ്മലൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇതൊക്കെ 10-20 രൂപയുടെ കമ്മലാണ് കാര്യം പറഞ്ഞാൽ. പക്ഷേ അതൊന്നും ഒരു ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ഭംഗി തോന്നും, പക്ഷേ ഒരെണ്ണമായിട്ട് എടുത്തു കഴിയുമ്പം ഭംഗി ഉണ്ടാവില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറേ സാധനങ്ങളും ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങി കഴിഞ്ഞ് റോഡിലേക്ക് ഇറങ്ങി. നമുക്ക് സ്റ്റാൻഡിലേക്ക് പോകണം. ഒരു 8:45 വരെ ഞങ്ങൾക്ക് ബസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സ്റ്റാൻഡിലേക്ക് നടക്കണം പള്ളിയിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ നടന്ന് തിരിച്ച് ബസ് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ഇടണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് സപ്പോർട്ട് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് എടുത്തുള്ളൂ.